ഇല്ലായ്മകളുടെ നടുവിൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ അത്യുജ്വല വിജയവുമായി ശ്രീജ JS IFS വെള്ളക്കടലാസിൽ ചുവപ്പുമഷി കൊണ്ടെഴുതി പണിതീരാത്ത വീടിനുള്ളിലെ ചുവരിൽ പതിപ്പിച്ച ഒരു സ്വപ്നം. ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാം റാങ്ക് നേടിയെടുത്ത് ഭിത്തിയിൽ പതിപ്പിച്ച ആ സ്വപ്നം ശ്രീജ സാക്ഷാത്കരിച്ചു. പഠനമുറിയിലെ ഭിത്തിയിൽ നിറയെ പ്രചോദന വാചകങ്ങളാണ്, ഒപ്പം ബൈബിൾ വചനങ്ങളും. തിരുവനന്തപുരം നരുവാമൂട് വെള്ളാപ്പള്ളി രോഹിണി ഭവനിൽ നിർമ്മാണ തൊഴിലാളിയായ ജയകുമാറിന്റെയും ഷീജകുമാരിയുടെയും മകളാണ് ശ്രീജ. വായ്പ വാങ്ങിയ തുകയുമായിട്ടാണ് അച്ഛനൊപ്പം നഗരത്തിലെത്തി പരിശീലനത്തിനായി പ്രവേശനം നേടിയത്. പഠിച്ച് നല്ലൊരു നിലയിലെത്തുക മാത്രമാണ് അച്ഛന്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകൾക്കുള്ള സമ്മാനമായി തിരികെ നൽകാനാവുക. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം അച്ഛനമ്മമാരാണ്. ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനവും മാത്രമാണ് റാങ്ക് വിവരം അറിഞ്ഞപ്പോൾ ആദ്യം ഓർത്തത്. ആദ്യ 20ൽ ഇടം പിടിക്കണമായിരുന്നു ആഗ്രഹം. ശ്രീജയുടെ വാക്കുകൾക്ക് നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുണ്ടായിരുന്നു. ചുവരിൽ പതിപ്പിച്ച കടലാസിൽ 2030 വരെയുള്ള ലക്ഷ്യങ്ങളിൽ ആദ്യത്തേതാണ് 2026ൽ IFS നേടിയെടുക്കുക എന്നത്. 15ാം റാങ്ക് സ്വപ്നം കണ്ട് നടത്തിയ പ്രയത്നം റാങ്ക് 57ൽ ലക്ഷ്യം കണ്ടു. ഞാൻ എന്റെ പരമാവധി പ്രയത്നിക്കും, ബാക്കി ദൈവം നൽകുമെന്നായിരുന്നു ശ്രീജയുടെ വിശ്വാസം. ഞാൻ മെയ് 2024 ഞാൻ ഫോറസ്റ്റോണിൽ ജോയിൻ ചെയ്തു. അപ്പം അവിടുത്തെ ഷെഡ്യൂൾ ഞാൻ കൃത്യമായിട്ട് പാലിച്ചു. അപ്പം അത് ഡിമാൻഡ് ചെയ്ത ഹാർഡ് വർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു. പിന്നെ എന്റെ കൂടെ സപ്പോർട്ടിന് എന്റെ പാരന്റ്സും ടീച്ചേഴ്സും ഈ നാട്ടുകാരും പള്ളിയിലുള്ള ആൾക്കാരും ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഒരു ഫലമാണ് ഈ റിസൾട്ട്. എന്റെ അധ്യാപകരൊക്കെ പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്തു. ഞാൻ ഓവർ തിങ്ക് എനിക്ക് ഇഷ്യൂ ഉണ്ട്, പക്ഷെ പഠിത്ത കാര്യത്തിൽ ഞാൻ അവർ പറഞ്ഞത് അക്ഷരം പ്രതി പാലിച്ചു. അപ്പം എന്റെ മെന്റേഴ്സ്, എനിക്ക് പ്രിലിംസിന് അനന്ത് സാറായിരുന്നു എന്റെ മെന്റർ. അപ്പം സാർ ഇങ്ങനെ പറയും, ഡെയിലി പ്ലാനർ അനുസരിച്ച് പഠിക്കുക. ഞാൻ പഠിച്ചു. അപ്പം എല്ലാ ടെസ്റ്റ് കഴിയുമ്പോഴും സാറ് ഫീഡ്ബാക്ക് തരും. ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു, തെറ്റിയതൊക്കെ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഫീഡ്ബാക്ക് തരുമായിരുന്നു. ഞാൻ അതുപോലെ ചെയ്തു, പാലിക്കാൻ ശ്രമിച്ചു. അതൊക്കെ ഇമ്പ്രൂവ് ആക്കാനും അങ്ങനെ ഓവർ ദി ടൈം അത് ഇമ്പ്രൂവ് ആയി. മെയിൻസിന്റെ സമയത്തും എന്റെ മെന്റേഴ്സ് എന്റെ ആൻസർ 1 by 1 ഓരോ ലൈനും അവര് വായിച്ച് എനിക്ക് കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു. അപ്പം അതും ഞാൻ എന്റെ പ്രാക്ടീസിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും നോക്കി. അങ്ങനെ മെയിൻസിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഇന്റർവ്യൂവിനാണെങ്കിലും എനിക്ക് ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് അറിയത്തില്ല എന്നൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷെ എന്റെ ടീച്ചേഴ്സൊക്കെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരും. അവര് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ. പഠനത്തിനൊപ്പം ദൈവാശ്രയബോധവും തിരുവചന ധ്യാനവും പ്രാർത്ഥനയും തന്റെ വിജയത്തിന് കാരണമായതായി ശ്രീജ വ്യക്തമാക്കി. ഇത് ഞാൻ മെയ് 2024 ഞാൻ ഫോറസ്റ്റിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതി വെച്ചതാണ് ശ്രീജ JS IFS എന്നുള്ളത്. അപ്പം എന്നും ഞാൻ ഇത് കണ്ടാണ് എഴുന്നേൽക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. അപ്പം ഇത് കാണുമ്പോൾ തന്നെ എനിക്കൊരു ഫയറാണ്. ഞാനിരുന്ന് പഠിക്കും, എത്ര വയ്യെങ്കിലും ഞാനിരുന്ന് പഠിക്കും. അപ്പം എൻ്റെ ഒരു വാശിയുടെ പുറത്ത് ഞാൻ ഡെയിലി പ്ലാനർ എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തു. അപ്പം പിന്നെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഈ പരീക്ഷ ഒറ്റവട്ടം എഴുതത്തുള്ളൂ, ഞാൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് എടുത്തോണ്ട് വരത്തുള്ളൂ എന്ന്. അതുപോലെ എനിക്കിപ്പോൾ 57 റാങ്ക് കിട്ടുമ്പോഴത്തേക്കും സാധിക്കും. അച്ഛൻ കൂലിപ്പണിയാണ്. അപ്പം ഇല്ലാത്ത കാശിലൊക്കെയാണ് പഠിപ്പിച്ചത്. അത്രയും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലൊക്കെ പഠിക്കാൻ പറ്റാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം അച്ഛനും അമ്മയും കിട്ടുന്ന കാശൊക്കെ സേവ് ചെയ്ത് വെച്ചാൽ, അമ്മ കുടുംബശ്രീയിലൊക്കെ മെമ്പറാണ്. അപ്പം അങ്ങനെ ലോണൊക്കെ ആയിട്ട്, ഗോൾഡ് ലോണൊക്കെ ആയിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പം അമ്മ MA കാരിയാണ്, അമ്മ MA ഹിസ്റ്ററി കഴിഞ്ഞ ആളാണ്. അപ്പം 9ാം ക്ലാസ്സിൽ അമ്മ അടുത്തിരുന്ന് പഠിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്വയം പഠിക്കും. അച്ഛനാണെങ്കിൽ അമ്മയുടെ ഡിസിഷൻസിനോട് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം രണ്ടുപേർക്കും എന്നെ പഠിപ്പിച്ച്, എന്റെ അനിയനെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല അവർക്ക് നല്ല വാശിയും ഉണ്ടായിരുന്നു. ആ വാശി എനിക്കും കിട്ടി. അപ്പം അങ്ങനെയാണ് ഞാൻ ഇരുന്ന് പഠിച്ചതും എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയത്. അത് മാത്രമല്ല അവർ ഫുൾ പ്രാർത്ഥനയായിരുന്നു. രണ്ടുപേരുടെയും കൂട്ടായ പ്രാർത്ഥനയും എന്റെ ഒപ്പം ഉണ്ട്. ഗുഡ് ന്യൂസ് ഫ്ലാഷ്, തിരുവനന്തപുരം.